ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പെരുവണ്ണാമൊഴി ടൂറിസം ഫെസ്റ്റ്, അതുപോലെ തന്നെ ഭരണസമിതിയുടെ 4ാം വാർഷിക ആഘോഷം, ഇവ രണ്ടും വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. ഇങ്ങനെ ഒരു പരിപാടിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുനിൽ വിളിച്ചപ്പോൾ പെട്ടെന്ന് പോകേണ്ടതുണ്ടാവും എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഭരണം കഴിഞ്ഞ തവണ വരാൻ കരുതിയതാണ്, എത്താൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് ഒന്ന് പെട്ടെന്ന് തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി പെരുവണ്ണാമൊഴി ഡാമും പരിസര പ്രദേശങ്ങളും മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. ഡാമും ട്രക്കിംഗ് സൗകര്യവും ഒത്തുചേർന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എല്ലാ സാധ്യതയുണ്ടായിട്ടും ഇനിയും വരെ എക്സ്പ്ലോർ ചെയ്യണം, വികസിക്കണമെന്ന് പൊതുവെ തുടക്കത്തിലെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ആഭ്യന്തര സഞ്ചാരികളെ ആകർഷിക്കുന്ന നിലയിൽ അൺഎക്സ്പ്ലോർഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെ എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി. ആഭ്യന്തര സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുതകുന്ന ടൂറിസം പദ്ധതി നമ്മൾ ഇവിടെയും നടപ്പിലാക്കിയിട്ടുണ്ട്. മുൻ മന്ത്രിയും പേരാമ്പ്രയുടെ ബഹുമാന്യനായ MLA-യുമായ ശ്രീ TP മുൻകൈയെടുത്ത് ടൂറിസം പദ്ധതി ഇവിടെ ആരംഭിക്കുകയുണ്ടായി. ഈ ടൂറിസം കേന്ദ്രത്തെ ശക്തിപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ടൂറിസം ഫെസ്റ്റ് നല്ല നിലയിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. ഒരാഴ്ച നീളുന്ന ടൂറിസം ഫെസ്റ്റിൽ കൂടുതൽ സഞ്ചാരികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, കോവിഡിന് ശേഷം ലോകത്താകമാനം ടൂറിസം ട്രെൻഡിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ കൂടുതൽ യാത്ര ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇത് കേരളത്തിലെ ടൂറിസത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതിന് പ്രത്യേക പദ്ധതി ഞങ്ങൾ തയ്യാറാക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഇടനാടിലുമെല്ലാം അതാതിടങ്ങൾക്ക് പറ്റുന്ന നിലയിലേക്കുള്ള ടൂറിസം വികസിപ്പിക്കാൻ പ്രത്യേക പദ്ധതി ആലോചിച്ച് മുന്നോട്ട് പോകും. അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായി ഇന്ന് കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡ് ആഭ്യന്തര സഞ്ചാരികളുടെ വർഷമായി 2024 മാറി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിദേശ സഞ്ചാരികളുടെ എണ്ണവും ഇപ്പോ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരേണ്ട സഞ്ചാരികൾ സാധ്യതക്കനുസരിച്ച് വരാത്ത ഇടങ്ങളിൽ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. ഈ 2 ആഴ്ച മുമ്പാണ് ലുക്ക് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായി മലേഷ്യ മുതൽ ഓസ്ട്രേലിയ വരെയുള്ള 8 രാജ്യങ്ങളിൽ നിന്നും
കേരളത്തിലേക്ക് കൂടുതൽ സഞ്ചാരികൾ കടന്നു വരാൻ വേണ്ടി മലേഷ്യ എയർലൈൻസുമായി ചേർന്നുകൊണ്ട് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിന്റെ ഭാഗമായി ഈ 8 രാജ്യങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് വരികയും ദിവസങ്ങളോളം ഇവിടെ തങ്ങിക്കൊണ്ട് കേരളത്തിന്റെ ടൂറിസത്തിന്റെ സാധ്യതയെ അതാത് രാജ്യങ്ങളിൽ പരിചയപ്പെടുന്ന നിലയിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടായി. നല്ല താമസ സൗകര്യങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. ഇവിടെയും അതിന്റെ സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം. ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ളവ സജ്ജമാക്കുന്നതിന് പഞ്ചായത്ത് മുൻകൈയെടുത്താൽ അതിനെല്ലാ പിന്തുണയും നൽകാൻ ടൂറിസം വകുപ്പ് തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി അത്തരം പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇതിന് സാധ്യമാകുന്ന പദ്ധതികൾ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ തയ്യാറാക്കിയാൽ നമുക്കത് നല്ല നിലയിൽ പ്രദേശത്തിന് അനുയോജ്യമാകുന്ന നിലയിൽ മാറ്റിത്തീർക്കാം. കാരവൻ പാർക്ക് ഇപ്പോൾ പൊതുവെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. കാരവൻ പാർക്ക് ഇപ്പോൾ മലമ്പുഴയിൽ വിജയകരമായി ആരംഭിച്ചു. കാരവൻ വാഹനത്തിൽ വരുന്ന സഞ്ചാരികൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കുന്ന കാരവൻ പാർക്ക് ഉൾപ്പെടെ സാധ്യമാകുന്ന ഒരു പ്രദേശമാണ് ഈ പെരുവണ്ണാമൊഴി. അവയെ നമുക്ക് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. കേരളത്തിലെ ടൂറിസത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നിലയിൽ ഒരു പുതിയ നീക്കം മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് നടത്തിയിരുന്നു. അത് സീപ്ലെയിൻ ഡാമുകളിൽ നിന്നും ഡാമുകളിലേക്കുള്ള ഉപയോഗം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളതാണ്. അതിന്റെ ഒരു പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടു. ഇവിടെ പെരുവണ്ണാമൊഴി ഡാമിൽ അതിന്റെ സാധ്യത എന്താണ് എന്നുള്ളതും നമുക്ക് പരിശോധിക്കണം. ഇങ്ങനെ പുതിയ പുതിയ സാധ്യതകളെ നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ള പരിശോധനയും നടത്താം എന്നുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ ചക്കിട്ടപാല ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകാൻ എന്നും സർക്കാർ ഉണ്ടാകും എന്നുള്ളത് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജനറൽ കൺവീനർ EM ശ്രീ തോട് അഭ്യർത്ഥിക്കുന്നു.